നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ എത്തിയിരുന്നത് വലിയ വാർത്തയായതാണ്. അടുത്ത മാസം ചൈന സന്ദർശിക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താൽപര്യപ്രകാരം ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയത്. നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത് അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായി ഔദ്യോഗിക സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന എന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ടായിരുന്നു. 12 ദിവസത്തിനിടെ രണ്ടാം തവണയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോഴിതാ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സന്ദർശനത്തിന് പിന്നാലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അസ്വസ്ഥയാണെന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സുപ്രധാന ചർച്ചകളിൽ ഉൾപ്പെടുത്താത്തതാണ് മമതയെ അസ്വസ്ഥയാക്കിയത് എന്നാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷെയ്ഖ് ഹസീനയും തമ്മിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് മുൻപ് നിർണായക വിഷയങ്ങളിൽ തന്റെ സർക്കാരിന്റെ വീക്ഷണങ്ങൾ കണക്കിലെടുത്തില്ലെന്നാണ് മമതയുടെ പരാതി. സംയുക്ത പ്രസ്താവനയിൽ പരാമർശിച്ച ഫറാക്ക കരാറാണ് ഇതിനൊരു കാരണം. കരാർ 2026 അവസാനിക്കും. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സന്ദർശന വേളയിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഇത് പുതുക്കാനും നിലവിലുള്ള കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനിച്ചു. ഇത്തരമൊരു നിർണായക വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടുകൾ പരിഗണിക്കാത്തതിൽ മമതാ ബാനർജി അതൃപ്തി പ്രകടിപ്പിച്ചതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതേസമയം ഇന്ത്യയും ബംഗ്ലാദേശും ശനിയാഴ്ച രാജ്ഷാഹിക്കും കൊൽക്കത്തയ്ക്കും ഇടയിൽ പുതിയ ട്രെയിൻ സർവീസും ചിറ്റാഗോഗിനും കൊൽക്കത്തയ്ക്കും ഇടയിൽ പുതിയ ബസ് സർവീസും പ്രഖ്യാപിച്ചു. ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയെ തുടർന്നാണ് പ്രഖ്യാപനം. ജൂലൈയിൽ ചൈന സന്ദർശിക്കാനിരിക്കെയാണ് ഹസീന ഇന്ത്യയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനും ഷെയ്ഖ് ഹസീന പങ്കെടുത്തിരുന്നു. അന്നത്തെ കൂടിക്കാഴ്ചയിൽ ധാക്ക സന്ദർശിക്കാനായി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ക്ഷണിച്ചിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ സന്ദർശനം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വലിയ ശക്തി പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ദ്വിദിന ഇന്ത്യ സന്ദർശനത്തിന്റെ അവസാന ദിനമായ ശനിയാഴ്ചയാണ് മോദിയും ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ബംഗ്ലാദേശിൽ നിന്ന് ചികിത്സ ആവശ്യത്തിനായി ഇന്ത്യയിലെത്തുന്നവർക്ക് മെഡിക്കൽ വിസ നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. സമഗ്ര സാമ്പത്തിക സഹകരണ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ച തുടങ്ങാൻ സന്നദ്ധരാണെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരു നേതാക്കളും പറഞ്ഞു. ദില്ലിയിലെ ഹൈദരാബാദ് ഹൗസിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രതിരോധ രംഗത്തെ ആധുനികവൽക്കരണവും ഭീകര തീവ്രവാദ വിരുദ്ധ നടപടികളും ചർച്ചയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.